എന്നാ പിന്നെ തല്ലി തീരുമാനിക്കട്ടെ ഞാനും കരുതി. അതുകൊണ്ട് ഈ കൊല്ലം ഒരു മത്സരത്തിലൂടെ പെരുന്നാൾ പ്രസിദ്ധീയെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാവുമ്പോ ഒരു വിനോദമായി. തല്ലുകാർക്ക് ദേഹോപദ്രവമായ കഥ തല്ലി നടക്കും. അവൻ ചന്തമുക്കിലെ പീടിയ ഒഴിപ്പിക്കാൻ പോയിരിക്ക. ഇപ്പൊ വരും. വടക്കേങ്ങാടിൽ ഇനി ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നടാ. കുമാരൻചേട്ടാ രണ്ടാം കൊല വെട്ടണ്ടേട്ടാ. തേങ്ങയൊക്കെ ചുരുങ്ങി ചുരുങ്ങി അടക്കാവൂലേ. വെറുതെ അല്ലേ ഇതിന് എണ്ണക്കുരു എന്ന് പറയണത്. അതിനെന്താ പെറുക്കിക്കൂടാൻ എളുപ്പമല്ലേ? പള്ളിപ്പെരുന്നാൾ നടത്തിക്കാതിരിക്കാൻ വീട്ടിലെന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. നടക്കട്ടെ നടക്കട്ടെ. എന്റെ എങ്ങനെയാണ് ഇടി മേടിക്കേണ്ടതെന്ന് അവർ ഗൂഢമായിട്ട് ആലോചിക്കട്ടെ. നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട. അവര് കിട്ടണേ മേടിച്ചോ. എന്താടാ തേങ്ങ പറക്കണ കിഴങ്ങ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ അപ്പനും ആങ്ങളമാരുവാ. അവരെ നോവിച്ചാ എനിക്ക് നോവും കേട്ടോ. എനിക്കങ്ങനെ ആരെയും നോക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇങ്ങാട്ട് ചോണ്ടാൻ വന്നാൽ അങ്ങാട്ട് ചോണ്ടത് നാട്ടുകണപ്പായതുകൊണ്ട് ചോണ്ടിപ്പോണത്. നിന്റെ അപ്പനാട് പറയും ഇങ്ങാട്ട് ചോണ്ടായിരിക്കും. അപ്പൊ നമ്മ അങ്ങാട്ട് ചോണ്ടായിരിക്കും. നമ്മൾ ഇങ്ങാട്ട് ചോണ്ടാൻ വന്നാൽ നമ്മ അങ്ങാട്ട് ഒന്നുമില്ലേ. ഉരുട്ട കാച്ചരാട്ടാ. നിന്റെ അപ്പൻ ഞങ്ങളുടെ തെക്കേങ്ങടിലെ കുരിപ്പുകളാണ്. നിന്റെ അപ്പൻ പറഞ്ഞിട്ടിരിക്കല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടു കൂട്ടരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഈ ഞാനാ. നിനക്ക് ശ്വാസം മുട്ടലിന്റെ സൂക്കേടുണ്ടെങ്കിൽ ഹൈദരാബാദിൽ പോയി ഒരു മീമുണും കടി, അല്ലെങ്കിൽ ഇവിടത്തെ വക്കീൽ പണി നിർത്തി എവിടെയെങ്കിലും പോയി ചൊറി കുത്തി. ഇവിടുത്തെ വക്കീൽ പണി ഉപേക്ഷിക്കാനോ? ഇതുപോലെ നിത്യേന ഒരു തല്ല് കേസ് ഉണ്ടാക്കി തരുന്ന ഒരു ക്ലയന്റിനെ ഭൂലോകത്ത് എവിടെ കിട്ടാനാ? ക്രിമിനൽ കേസുകളുടെ അക്ഷയ പാത്രയല്ലേ കുരിശു വീട്ടിൽ വാവാ. ഈ വാവ ഉള്ളതുകൊണ്ട് ഈ വക്കീലും കോടതിയെ കഴിഞ്ഞു കൂടുന്നു. കഴിഞ്ഞ പോലെ നിനക്ക് ഫീസായിട്ട് തന്ന കാശുണ്ടായിരുന്നെങ്കിലേ ഇതുപോലെ ഒരു പറമ്പ് വേറെ മേടിക്കായിരുന്നു. ഇനിയിപ്പൊ കുരിശുപള്ളി പെരുന്നാൾ വരെയല്ലേ. നിനക്ക് കേസിന്റെ ചാകര ആയിരിക്കുമല്ലോ ചാകര. ഈ കാശൊക്കെ നീ എന്ത് കാണിക്കാണ്? എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരിക്കാം. കല്യാണം ആലോചിച്ച് ഏതെങ്കിലും ഒരു പോത്തം വരുമ്പോ എണ്ണി കൊടുക്കണ്ടേ? പണി നമ്മക്കിട്ടാണ്. അതിന് വാവ പോത്തനാണോ? നാട്ടുകാരങ്ങനെ ഇരട്ട പേര് വിളിക്കെങ്കിലും ഈ പോത്തം വാവ ഒരു പോത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കളി വാവേനോട് വേണ്ടേട്ടാ. ഒക്കത്തൊരു കുഞ്ഞുവാവ വരും. വൃത്തിയിട്ട പോത്തൻ. ഒരു ഞോണ്ടി ഞോണ്ടിയാണല്ലോ. എന്താടാ മാറാമല പിള്ളേരൊക്കെ പണി തന്ന നല്ല സ്നേഹമുള്ള പിള്ളേരാണ്. കല്ലെറിഞ്ഞിട്ട് ഒരെണ്ണം പോലും പുറത്തേക്ക് പോയില്ല. എല്ലാം എന്റെ തലക്കനുണ്ട്. പിന്നെ അവനെനിക്കൊരു പേരിട്ട് പുതിയത്. എന്താണ്? കരിവണ്ടെന്ന്. കരിവണ്ട് കൊള്ളാവല്ല. മാറാമ്പലേക്കാൾ നല്ല പേര് കരിവണ്ടാണ് കേട്ടാ. ചായപ്പൻ ചേട്ടാ കുരുത്തല വെട്ടാൻ മറക്കണ്ട. നാളെ പെരുന്നാളിന്റെ പ്രസന്റ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ മാമുദിസ മുക്കിയത് യോഹന്നാനാണ്. പക്ഷെ യോഹന്നാനെ ആരും മാമുദിസ മുക്കിയതായിട്ട് ബൈബിളിൽ പറയുന്നുമില്ല. അപ്പൊ യോഹന്നാൻ എങ്ങനെ ക്രിസ്ത്യാനിയായി? നീ ഒരു കാര്യം ചെയ്യ്. നീ അടുത്ത പ്രാവശ്യം യോഹന്നാനെ കാണുമ്പോ നേരിട്ട് ചോദിച്ചാൽ മതി. ആ യോഹന്നാൻ മാമുദിസ മുങ്ങിയ കഥ വിട്. എന്റെ അപ്പൻ യോഹന്നാൻ ചിട്ടിക്കമ്പനി എടുത്ത് മുങ്ങിയ കഥ പറഞ്ഞാൽ ഇനി ചേട്ടനൊരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ എന്റെ അമ്മ ചെലുത്തി പുഴ ചടിച്ചോ ഞാൻ. മാറാമല്ലേ നീ വലിയ അവിവേകം ഒന്നും കാണിക്കല്ലേ. അവരാച്ച അവൻ പറഞ്ഞ പോലെ കാണിക്കുന്ന ആളാണ് കേട്ടാ. ഇതിനു മുമ്പ് 3-4 തവണ വെള്ളത്തിൽ ചാടി ചത്തതാണ്. എന്നിട്ട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നതോ? അതിന് ഇതൊക്കെ ഒരു ജീവിതമാണ്. എടാ വാവേ, നീ ഏതാണ്ടൊക്കെ മുങ്ങാൻ പോണെന്ന് പറഞ്ഞ ഇപ്പൊ നാട്ടിന്നേ മുങ്ങയാണ്. ഈ പ്രാവശ്യം പള്ളിപ്പെരുന്നാൾ നടക്കൂ. എടാ വാവേ, മാമോദിസ മുങ്ങിയാലേ ഒരാൾ ക്രിസ്ത്യാനിയാവും. അപ്പൊ ഇപ്പൊ ശരിക്കും നിന്റെ ജാതി ഏതാ? എന്റെ ജാതി ഏതാണെന്ന് അറിയണോ എനക്ക്? എന്നാ കണ്ടോ, ഇപ്പൊ നിനക്കൊരു ആശ്വാസം കിട്ടിയടാ. എടാ, ഈ ലോകത്താകപ്പാടെ 2 ജാതിയുള്ളൂ. ഒന്ന് ആണും ഒന്ന് പെണ്ണും. മൂന്നാമതൊരു ജാതി ഉള്ളത് നീയാണ്. ആണും പെണ്ണും കെട്ടത്. എടാ, നീ ബോട്ടിലായി പോയത് നിന്റെ ഭാഗ്യം. മോനെ വിട്ടോ, വേഗം വിട്ടോ. എന്നെ കൊണ്ട് വെറുതെ നീന്തിക്കല്ലേ. വിട്ടോ വിട്ടോ വിട്ടോ. ഇവനെ ഇന്ന് ഞാൻ എടാ ഞായറാഴ്ച ഇറച്ചി വയ്ക്കാൻ നീ മാർക്കറ്റിലേക്ക് വാടാ. നിന്നെ തുണ്ടമായിട്ട് വെട്ടി ചൗരിട്ട് പട്ടിക്കൊടുക്കടാ. എന്റെ സ്വഭാവം എനിക്കാണ് പിടിക്കാണ്ടിരിക്കടാ. ഇത്രയും വരെ വായിക്കി അവൻ പോയടാ. അതല്ല ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്. എന്താന്ന് ഒന്ന് തുണി പൊക്കി കാണിച്ചാണ്. പിന്നെ നിയമസഭയിൽ കാണിക്കാമെങ്കിലാണ് പബ്ലിക് റോട്ടിൽ കാണിക്കാൻ പാടില്ല. അതെ,
എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പേഴ്സണലാണ് ഞങ്ങൾ നിൽക്കാം, പള്ളിയിൽ നിന്ന് കമ്മിറ്റിക്കാരെ വിളിക്കാം. രണ്ടുപേരും പോയതിന്റെ വണ്ടി കൊണ്ട് പോ. നല്ല കാര്യം, എല്ലാ ദിവസവും ഇതുപോലെ വരണേ വക്കീലേ. വണ്ടി വിട്ടോ, ഈ വണ്ടി വിറ്റിട്ടെങ്കിൽ ഇന്ന് കുറച്ച് കള്ള് കുടിക്കണം. ഷാപ്പിലേക്ക് കൊടു. ഈ പോക്കില് 2 തല ഉറപ്പാണ്. ആ ഇടിക്കട്ടെ, പിച്ചാത്തി എടുത്തോട്ടെ. അച്ഛനേടാ ഞാൻ കുത്താനാ, വേണ്ടെങ്കിൽ വേണ്ട. അന്യനാടാ, ചെല്ലുന്നിടത്ത് അടിയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. അത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ജാമ്യത്തിലെടുക്കാൻ എനിക്ക് നേരം ഉണ്ടാവില്ല. ഗ്ലാഡിസ് പറഞ്ഞാലും കാര്യമുണ്ട്. അമ്മ വളർത്തി വഷളാക്കിയതാണെന്ന് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കരുത്. അയ്യേ വക്കീലമ്മ പേടിക്കണ്ട, വാവാച്ചി മര്യാദക്കാരനാണെന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചോളാം. പിന്നെ എന്നെ കാണുമ്പോ ഒരു നമ്പൂതിരി ലുക്കുള്ള തന്നെ വല്ലി യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്പൂരി ടാറും ബീപ്പേ വീണ മാതിരിയുണ്ട്. അച്ഛനെ കണ്ട ഓർമ്മ നിനക്കുണ്ടാവില്ലല്ലോ. ദാ കണ്ടാ പറയൂല, അല്ല ഫോട്ടോ പറയൂല. ഓ നല്ല ജീവനല്ലേ പോലെ, ഒരുപാട് പഴക്കമുണ്ടല്ലേ, അപ്പൊ ഇപ്പൊ നല്ല പ്രായമായി കാണും. പിന്നെ ഇപ്പൊ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞതേ ഇങ്ങനെ. എന്തായി കാണിച്ചത്? ആ ഫോട്ടോ ചുളുങ്ങിയപ്പോ അമ്മക്ക് നൊന്ത് കേട്ടാ. അപ്പൊ ഉള്ളിൽ ഇപ്പോഴും ലവ് ഉണ്ട്. ഒന്ന് പോടാ ബാബാച്ചേ. ഇവിടെ അടുത്ത വല്ലയിടത്തുള്ള അച്ഛനാണ് ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ യാത്ര നടക്കാറുണ്ട് അല്ലേ? വാവേ, നിന്നെ ഇതുവരെ ഒരു രാത്രി പോലും ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് നീ മടങ്ങി വന്നേക്കണം. അവിടെ ചെല്ലുന്നു, അച്ഛനോട് ചെന്ന് കാര്യം പറയുന്നു, അവിടെ നിന്ന് മുങ്ങുന്നു, ഇവിടെ പൊങ്ങുന്നു, മാമോദിസ മുങ്ങുന്നു, ഇവിടെ അപ്പം ചമ്മുന്നു, പെരുന്നാൾ കലക്കുന്നു, അത്രയുള്ള പരിപാടി. സ്മോൾ അടിക്കുന്നു, ഫിറ്റ് ആവുന്നു. എന്താ ഭാവിച്ച് പറയാത്തത്? അല്ല ഈ സംഗീതം ഒന്നും പറഞ്ഞ് ഊര് ചുറ്റുന്ന ആളെ ഏത് പൂരപ്പറമ്പ് ചെന്ന് അന്വേഷിക്കാനാണ്? നമുക്ക് ഊട്ടിലെ പൂരപ്പറമ്പ് നോക്കിയാലോ? ബോധം വീണ ആന്റി? ഇല്ല, സെഡേഷനിലാ. ചേടാ കുറച്ചു മുമ്പ് ചോദിച്ചപ്പോ പറയണ ഐസിലാണ് കിടക്കണം, ഇപ്പൊ ഞാൻ പറയുന്നത് സെഡക്ഷൻ ആണ് കിടക്കണം. ഇതെന്തൊരു ഇടപാടാണ്? ഇനി കണ്ണടപ്പനായപ്പോ ബോഡി വല്ല ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എടാ കള്ളപ്പന്നി, ആ കരിനാക്ക് വളർത്തൊന്നും പറയാതെ പെരുന്നാൾ നടത്താൻ അനുവാദം ചോദിക്കാനുള്ളതാണ്. മനപടമായ പണിപാളും. അല്ല കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നാൽ എങ്ങനെയാണ്? നമുക്ക് അകത്തൊരു ചോദിച്ചാലോ? നല്ല മിടുക്കനായിട്ട് കിടക്കണടാ. ബോധം വീണാ കൊച്ചേ? ഇല്ല, മയക്കത്തില. ഈ നേരത്തെ അധികം മയക്കം നല്ലതല്ല. മയക്കമെന്ന് ഉറങ്ങിപ്പോ, പിന്നെ വേദന അറിയില്ല, അതാണ് പ്രശ്നം. നിങ്ങളോട് ആരാ ഇതിനകത്ത് കയറാൻ പറഞ്ഞേ? മാടപ്രാവേ, മാടപ്രാവുകൾ ആദ്യം സത്യം പറയാൻ പഠിക്കണം. ഐസിയിൽ അന്വേഷിച്ച് പറഞ്ഞ് സെഡക്ഷനിലാണ് കിടക്കുന്നത്, സെഡക്ഷനിൽ അന്വേഷിച്ച് പറഞ്ഞ് ഐസിയിലാണ് കിടക്കുന്നത്. ഞങ്ങളെന്താ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? ഈ സംഗീത സാഗരൻ റോട്ടി പണിയിട്ട് കിടന്നപ്പോ ആശുപത്രിയിലാക്കിയത് ഞങ്ങളാണെങ്കിൽ ഈ ബോധക്കെട് കാണാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. മാടപ്രാവ് പോ. ചേട്ടത്തി, ഈ മൂക്കിലും വായിലും ഓരോ കുന്ത്രാണുകൾ കുത്തിക്കയറ്റി വെച്ചാലേ ബോധമുള്ളവന്റെ പോലും ബോധം പോകൂലേ? ഈ മൂക്കിൽ ഗ്യാസ് മാത്രം അടിച്ചേച്ചാലേ പേഷ്യന്റ് വയറോട്ട് ചത്തോലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 2 കുപ്പി ഓക്സിജനോ ഹൈഡ്രജനോ എന്തെങ്കിലും ഒന്ന് കുത്തിക്കയറ്റി ബോധം ഉണ്ടാക്കാൻ നോക്ക്. ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞിട്ട് പോകാനുള്ളതാ അല്ലടാ? തീർച്ചയായിട്ടും. കുട്ടി, ഇവരോടൊന്ന് പുറത്തു പോകാൻ പറയുന്നുണ്ടോ? ദയവ് ചെയ്തൊന്ന് പുറത്തു പോണം. ബോധമില്ലാതെ കിടക്കുന്ന ആളിങ്ങനെ ശല്യം ചെയ്യരുത്. ബോധമില്ലാതെ ശല്യം? അയ്യോ ഇംഗ്ലീഷാണല്ലോ. അറിയില്ല, വെറുതെ വന്ന് ശല്യം ചെയ്യാം. കുട്ടി, ഞങ്ങൾ എന്ത് ശല്യം ചെയ്തത്? ബോധമില്ലാതെ കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് ബോധക്കെട് വിളിച്ച് പറയരുത്. ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ബോധം വന്നോന്ന് ചോദിച്ചാൽ ശല്യമാണെന്ന് ബോധം കേട്ട കുട്ടിയോട് ആരാ പറഞ്ഞത്? ശരി, നിങ്ങളൊന്ന് പുറത്തു പോകണം. അയ്യോ ഡോക്ടറെ, ഈ ബോധമില്ലാതെ കിടക്കുന്ന പാട്ടുകാരന്റെ വേണ്ടപ്പെട്ടവർ തന്നെ ഞങ്ങള്. വേണ്ടപ്പെട്ടവർ തന്നെ പുറത്തു പോകുന്നത്. ഈ പച്ചക്കൊച്ചിനേക്കാൾ എന്തുകൊണ്ടും വേണ്ടപ്പെട്ടവർ തന്നെ ഞങ്ങള്. വേണമെങ്കിൽ ഈ പച്ചപ്പനം തത്തിയോട് വെളിപ്പോവാൻ പറയാം. എങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പുറത്തു പോകണം. പേഷ്യന്റ് അടുത്ത് ആരും വേണമെന്നില്ല. ചെല്ലുകുട്ടി പ്ലീസ്. അത് ന്യായം. എന്താ മോളെ? ഈ പച്ചക്കൊച്ച അകത്തേർന്ന് ഒച്ചുണ്ടാക്കിനെ ഡോക്ടർ പിടിച്ച് പുറത്താക്കി. അല്ല, ഈ ചേട്ടൻ എവിടെയോ നല്ല കണ്ടുപരിച്ചുണ്ടല്ലോ. നിനക്ക് മനസ്സിലായില്ലേ? ഈ ചേട്ടനാണ് ഗാനമേളക്ക് കുടങ്ങ മത്തി വെച്ച് ചെണ്ട കൊട്ടിയത്. ആ പച്ചനെ മനസ്സിലായ? ഈ കൊച്ചാണ് വില്ലുക്കാട്ട കിത്താറ് തിരിച്ചു പിടിച്ചു വെച്ച് വായിച്ചത്. എന്തുട്ട്? കിത്താറ്. ഓ അതാണല്ലേ കിത്താറ്. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ വായിക്കണത്? ഇത് ഇങ്ങനെയാണ് വായിച്ചത്. എന്തൊക്കെയാണെങ്കിലും കേട്ടാ വെച്ചേ, ഉള്ളത് മൊത്തം നോക്കി പറയാവല്ല. ഗാനമേള അടിപൊളിയായിരുന്നു കേട്ടാ. ഗാനമേള അല്ല, കച്ചേരി. അത് നിങ്ങൾ കർണാട്ടിക്ക് പറയുമ്പോ, ഞങ്ങൾ ഈ മലയാളീസ് മലയാളത്തിക്ക് പറയുമ്പോ ഗാനമേള. കച്ചേരിയൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ 2-3 ഹിന്ദി പാട്ട് കൂടി പാടില്ല. ഇടക്കൊരു മിമിക്രി കൂടി ഉണ്ടായിരുന്നില്ല, അടിപൊളിയായനെ. പിന്നെ ഈ പക്കാമേള എന്ന് പറഞ്ഞ മിമിക്രിക്കാരെ വായുകൊണ്ട് കാണിക്കല്ല. അപ്പൊ ഈ മദ്യമത്തി പിടിച്ചിട്ട് കാന്താരിലേക്ക് പോരെടുപ്പിരിക്കും. അപ്പൊ പഞ്ചമി ഒന്ന് നിർത്തലുണ്ടോ? ഇതെന്നാളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്? ഗ്രഹണ സമയത്ത് ഞാൻ മുട്ടനാടുകൾ അറിയാൻ പോലെ. അല്ലേ, ഞാൻ നമ്മുടെ സംഗീത സാഗർ ഉണ്ടല്ലോ മേൽപ്പത്തൂര്, പുള്ളിക്കാരന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാണ്. അത് ശരി. എന്നെ ഇത്ര ഉള്ളപ്പോ കണ്ടതാണ്. തീർച്ചയായും. ഇപ്പൊ പന പോലെ വളർന്ന് ആകാശം മുട്ട നിക്കണ മകനെ കാണുമ്പോ പുള്ളിക്കാരൻ ഷോക്ക് അടിച്ച് പണ്ടാറടങ്ങി പോകൂലേ? പിന്നെ കരഞ്ഞുകൊണ്ട് മാംസഭോജി രാഗത്തിനൊരു കീർത്തനം പാടിത്തരും പോരെ. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് മൂർത്താവില് തലോടും. അയ്യേ മൂർധാവില.
ഒരു അച്ഛൻ മകനോട് അങ്ങനെ ഒരു വൃത്തിയോട് കാണിക്കോ? ഈടാ മെനകെട്ടവനെ മൂർത്താവെന്ന് പറഞ്ഞത് ഇതാണത് ഇത്. ഓ അത് ശരി, അപ്പൊ ഇതും മൂർത്താവാണല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ ബാബുച്ചിനോട് സ്നേഹം കൂടുമ്പോണ്ടല്ല, അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് കുടം കമത്താനോ വെള്ളം കോരാനോ പറയും. നിന്നേക്കരുതിട്ടാ, നമുക്ക് പെരുന്നാൾ നടത്താൻ പോകണ്ടാണ്. അത് നീ പറഞ്ഞിട്ട് വേണം, വേണ്ടാത്ത പണിക്ക് നമ്മൾ പോവുക. പിന്നെ നമ്മളെ കൊണ്ട് ആകണ സഹായം വേണേ ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും. എതിര് ഗ്രൂപ്പ് കച്ചേരിക്കാരുണ്ടെങ്കിൽ പണി കൊടുത്ത് പരിപ്പെടുത്ത് കൊടുക്കും. കാശ് കൊടുക്കാത്ത ഗാനമേളക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു സിമ്പിൾ പണി കൊടുത്ത് കാശ് മേടിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യും? നീ ഒരാളെ കണ്ടെന്ന് നീ എവിടെ അങ്ങ് പോകേണ്ട കാര്യം? നീ ഇവിടെ കുട്ടികളൊന്നും ഇത് അംഗൻവാടിയൊന്നുമല്ല, മനസ്സിലായില്ലേ? എന്ത് ഈശ്വര, ഇതാണ് വാവച്ചി. ഇത് വാമന്നല്ലേ? 5 മിനിറ്റുള്ള ഒരു കീർത്തനം പാടിക്കൊണ്ടും വരാന്നും പറഞ്ഞു പോയ ആളാണ്. എന്നിട്ട് ഇവിടെ അച്ഛനും മോനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കണല്ലേ? എന്നാ പിന്നെ കമലഹാസന്റെ സിനിമയെ പോലെ ഒരു കിസ്സും കൂടി കൊടുത്തുണ്ടായിരുന്ന. ബില്ല് കൊടുക്കാൻ കാശില്ലാത്തിന്റെ പേരിൽ ആ ബാറുകാരനെ തല്ലി കൊല്ലാറാക്കി. നേരം വെളുക്കുന്നത് വരെ ഉള്ള കണ്ട വേസ്റ്റ് പാത്രം മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിച്ച് 2 പ്രാവശ്യം ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ 2 കണ്ണിനെ ഒരു അച്ചാർ തേച്ച് 1200 രൂപ ബില്ലിന് 2500 രൂപ പണി എന്നെ കൊണ്ട് അവരിപ്പിച്ച് 2 കണ്ണും അച്ചാറിടുകയും ചെയ്ത്. സമാധാനം. ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാൻ ഇന്നലെ അടിച്ച് ഭൂമി ദേവി ആയിപ്പോയി. അവസാനം ഈ ഭൂമിന്ന് ആരാണ്ട് എന്നെ പിടിച്ച് അകത്ത് കിടത്തി. എടാ, നമ്മള് വിചാരിക്കണ ആളല്ല അച്ഛൻ. കർത്താവ് ആള് മാറിപ്പോയാ അപ്പൊ ഇവിടുന്ന് കിട്ടാലേ പണി. അതല്ലടാ, പിന്നെ അച്ഛന് പാവണെന്ന്. അപ്പൊ അച്ഛനും മോനും ഒന്നല്ലേ? ആരാ? എന്റെ കൂടെ നാട്ടിൽ നിന്ന് വന്നതാ. ഇന്നലെ രാത്രി ഒറ്റക്കാക്കിട്ട് പോകുന്നതിന്റെ സങ്കടം പറയായിരുന്നു. എന്താ പേര്? മഹാദേവൻ നമ്പൂതിരി. മത്തായി ആണെന്ന്. അത് മതിയാ. പക്ഷെ മാറാമ്പൽ എന്ന് പറഞ്ഞാലേ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയുള്ളൂ. മാറാമ്പലോ? മാറാലല്ലേ, ചുക്കിലി. ഈ കുരിശും വീട്ടിലെ ചെറുപ്പത്തിലെ വന്നാണ് തട്ടിന് മുകളിൽ മാറാമ്പൽ അടിക്കാനായിട്ട്. പിന്നെ വാവച്ചിന്റെ കൂടെ ഒരു മാറാമ്പലായിട്ട് ഇങ്ങനെ കൂടി. തീർച്ചയായിട്ടും കഴിക്കടോ. നമ്മളിവിടത്തെ ഇഡ്ലി സാമ്പാറൊന്നും പിടിക്കുന്നുണ്ടാവില്ല. അവിടത്തെ ശീലങ്ങളൊക്കെ വേറെയല്ലേ? ക്രിസ്ത്യാനികളാണെങ്കിലും മത്സ്യമാംസാദികൾ കുരിശു വീട്ടി പതിവല്ലെന്നേ. വക്കീലമ്മ വാവച്ചിനെ അങ്ങനെയാണ് വളർത്തിയാക്കണതേ. കുഞ്ഞുനാൾ മുതല് ബൈബിളിനോടൊപ്പം തന്നെ വേദങ്ങളും പുരാണങ്ങളും രാമായണവും ഒക്കെ പഠിക്കാൻ പറ്റിയിരുന്നേ. നമ്മുടെ പൂള്ളിവനല്ലേ? അമ്മയുടെ നിർബന്ധം കൊണ്ട് പോയതാണ്. അങ്ങനെ എല്ലാം പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതുപോലെ നമ്മുടെ തലയിലോട്ട് കയറുക. അപ്പൊ സന്ധ്യ കഴിഞ്ഞുള്ള ഈ സുരപാനവും നാവിൻ തുമ്പിലെ വികട സരസ്വതിയൊക്കെ പഠിച്ചത് ഏത് ഗുരുമുഖത്ത് നിന്നാ? അത് ചെത്തുകാരൻ വാസുവിന്റെ മുഖത്ത് നിന്ന് പഠിച്ചതാണ്. ചെത്തുകാരൻ വാസുവിനെ നമുക്ക് ഈ കൊച്ചിന് കല്യാണം ആലോചിച്ചാലാ? നിങ്ങൾ നല്ലോണം ചേരും. നല്ല ഗുണവേറ. എന്താ കുട്ടി, ഒന്ന് നോക്കണോ? നാവെടുത്ത വഷളത്തരെ പറയൂ. ഇങ്ങനൊരു സാധനം തിരുമേനിയുടെ മകനായിട്ട് എങ്ങനെ ജനിച്ചു എന്നാ മനസ്സിലാവാത്ത. പുതിയ വഷളത്തര എന്തെങ്കിലും വിളമ്പുണ്ടാവും. അത് കേട്ട് ചിരിക്കാൻ ഒരു തിരുമേനി. എന്താ മോളെ? എനിക്ക് സംശയമുണ്ട് പണിക്കരമ്മാവ, അയാള് തിരുമേനിയുടെ മകൻ തന്നെ ആണോന്ന്. കള്ളത്തരം പറഞ്ഞ് പറ്റിക്കാൻ വന്നാവും. കേക്കട്ടെ ഇപ്പൊ എനിക്കെന്താ? അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു തിരുമേനിക്ക് ഇങ്ങനെ ഒരു അസുരവിത്തുണ്ടാവോ? സംഗീതം എന്ന് പറയണ സാധനം ആ മഹാന്റെ 7 അയൽവക്കത്ത് കൂടെ പോയിട്ടില്ല. തമ്പുരിപ്പുഴും ഗിറ്റാറാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, കുട്ടി അയാളോട് ധിക്കരിച്ചൊന്നും പറയാൻ പോകണ്ട. തിരുമേനിക്കത് വിഷമാവും. പണിക്കരമാവ നോക്കിക്കോ. വന്നിരിക്കുന്ന വാവേണ്ടല്ലോ, കുഞ്ഞു വാവ. ആ കുഞ്ഞു വാവ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് കടന്നു കളയും, ഉറപ്പാ. ഞാൻ പറയുമ്പോ കുശുമ്പാണെന്നേ പറയൂ. അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു കളലക്ഷണ. ആഭരണപ്പെട്ടിയുടെ താക്കോൽ എടുത്തു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവറ്റോള് കുത്തിപ്പൊളിച്ച് സാധനങ്ങൾ എടുത്തോണ്ട് പോവും. അപ്പോഴേ തിരുമേനി പഠിക്കും. ഇനിയിപ്പോ എന്താ ഒട്ടാകുമ്പോന്ന് അറിയില്ല. പണിക്കരമ്മാവൻ ഇപ്പോഴേ ഭയന്നു. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഉള്ള കാര്യം തുറന്നു പറയാമല്ല. മോഷണം മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇവനെ മനസ്സിലായ? പെൺവാണിഭ സംഘത്തിന്റെ മണ്ഡലം പ്രസിഡന്റ്. ഇന്ന് രാത്രി നിന്നെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോലെ ഞങ്ങളുടെ പ്ലാൻ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടു. ഈശ്വരാ, മുന്ത മോഷ്ടിക്കേ. ഒരു പൈൻ്റ് അടിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രാരാബ്ദം ചെയ്യണമെന്ന് അറിയാമോ? അച്ഛൻ തിരുമേനി കാണാതെ കൊണ്ടുവരണ്ടേ? കണ്ടുകഴിഞ്ഞാൽ കൊടുക്കാൻ നമ്മുടെ സാധനം ഉണ്ടാ. തിരുമേനി, അതെ, പുറത്തേക്കൊന്ന് വേഗം വരിക. ഒരുട്ടം കാണിച്ചു തരാം, വാ. എന്താ കുട്ടി? വരൂന്നേ. വെള്ളം കൂടി പോയി, എന്തായാലും കുഴപ്പമില്ല.
ടച്ചിങ്സ് ഒന്നുമില്ല. കുറച്ച് പസ്മം ചന്ദ്രത്തിനും കിട്ടി മതിയാ. എവിടെ? ആ പൂജമുറിൽ ഇരിപ്പുണ്ട് ചെല്ലി. വേഗം വാ വേഗം വാ. ദേ നോക്കിയേ. എന്താ അവിടെ? ഇവള് സീഡിയാ. തീർച്ചയായിട്ടും അച്ഛൻ കണ്ട തീർച്ചയായിട്ടും ഒളിപ്പിക്കാൻ നോക്കണ്ട, എല്ലാം അങ്ങോട്ട് ബോധ്യായി. ഇതൊക്കെ എന്നോട് ലപ്പാണ് കേട്ടോ, ലപ്പ്. തീർച്ചയായിട്ടും നിത്യവും സംഗീതോപാസന നടത്തുന്ന സരസ്വതി മണ്ഡപത്തിലിരുന്ന ആ മദ്യസേവ. ക്ഷമിക്കണം, ഈ മണ്ഡലം സംഗീത മണ്ഡലം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. മണ്ഡലോ? ഭേഷായി. അതെങ്ങനെയാ? സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരോടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വന്നപ്പോ മുതൽ സംഗീതത്തെ അവഹേളിക്കാറുന്നല്ലോ. ഇത്രയും വലിയ സംഗീതജ്ഞന്റെ മകനാണെന്ന ചിന്തയെങ്കിലും വേണ്ടേ? അല്ല, തിരുമേനി എന്തൊന്നും മിണ്ടാത്തെ? നല്ല 2 ശകാരങ്ങൾ വെച്ചുകൊടുത്തോളൂ. എന്താണോ ഇതൊക്കെ? കുട്ടി എന്ന് അത്താഴത്തിൽ എന്താ വെച്ചാൽ എടുത്തു വെച്ചോളൂ. അപ്പോഴേക്കും ഞാൻ ഇവരൊന്ന് ശകാരിക്കട്ടെ. ശരിക്കും കൊടുത്തോളൂട്ടാ. ഞാൻ വിഷമിക്കണ്ട, ഞാൻ ആ കുട്ടിയെ കേൾപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞേ ഉള്ളൂ. കുറെ കാലം കൂടി താൻ അച്ഛനെ കാണാൻ വന്നതല്ലേ. തന്റെ ഒരു സന്തോഷത്തിനും ഈ അച്ഛനെതിരെ നിൽക്കില്ല. തന്റെ സന്തോഷം ഇതാണെന്ന് വെച്ചാൽ ആയിക്കോളൂ. ചോദിക്കുന്നതിനൊന്നും തോന്നരുത്. തിരുമേനി എങ്ങനെയാ, കഴിക്കാറുണ്ടോ? കഴിച്ചിട്ടുണ്ട്. തന്നെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാൻ കോടതി വിധി പറഞ്ഞ ദിവസം കണ്ടു കൊതി തീരാത്ത കുഞ്ഞിനെയും കൊണ്ട് അമ്മ നാട്ടിലേക്ക് പോയ ആ രാത്രിയിലാ അച്ഛൻ ആദ്യമായിട്ട് മദ്യപിച്ചത്. പിന്നെ അതൊരു ശീലായി. മനസ്സിലെ സംഗീതം പോലും നഷ്ടപ്പെട്ട് മദ്യത്തിന് അടിമയായി വർഷങ്ങളോളം അലഞ്ഞു. അതിൽ നിന്നെല്ലാം എന്നെ വീണ്ടെടുത്ത് ഈ സംഗീത ലോകത്തേക്ക് തിരികെ കൊണ്ടുവന്നത് മൃദംഗ വിദ്വാനായ മണിശങ്കര. മദ്യത്തെക്കാൾ ലഹരി സംഗീതത്തിനുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ അദ്ദേഹം. പിന്നീട് ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. തനിക്ക് ഒഴിവാക്കാനാവുന്നില്ലെങ്കിൽ മടിക്കണ്ട, കഴിച്ചോളൂ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അച്ഛന് വേണ്ടിതേ ഇന്നത്തോടെ എന്നേക്കുമായി ഈ വാവ കള്ളൂടി നിർത്തി. അല്ല, ഞാൻ നിർത്തുന്നതാണ്. എന്റെ അച്ഛനല്ല. കള്ളുടിക്കണമെന്ന് പറഞ്ഞല്ല, കാലുമുട്ട് ഞാൻ തല്ലുടിക്കും. ഇത് ഭയങ്കര ചതിയായി പോട്ടാ. ഒന്ന് മന്നിപ്പോരാണ്ട് കിടന്നുറങ്ങണെങ്ങനെയാണ്? ഇവിടെ മദ്യത്തിനേക്കാളും ലഹരി സംഗീതത്തിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, നീ കേട്ടില്ലേ? നിനക്ക് വേണമെങ്കിൽ അച്ഛൻ നല്ല തലക്ക് പിടിക്കുന്ന ഒരു രാഗം പഠിത്തരല്ലേ? എന്റെ ഒരു അഭിപ്രായം പറയണെങ്കിൽ വിഷമം തോന്നിക്കേട്ടാ. ഈ സംഗീതത്തിന് വേണ്ടി മദ്യം മാറ്റിക്കൊണ്ട് ആവശ്യമൊന്നുമില്ല. ഈ മദ്യവും സംഗീതം തമ്മിൽ ഒരു ലവ് ഉണ്ട്. അതല്ലേ കള്ളുഷാപ്പിൽ വെച്ച് കുടിയന്മാര് പാട്ട് പാടുന്നത്. ഇപ്പൊ വാവുച്ചയുടെ അമ്മച്ചിയുടെ കേസ് തന്നെ എടുത്തോക്ക്. അന്തി എത്തിയിറങ്ങിയ നല്ല ഒന്നാന്തരം മധുരക്കള്ള് കുടിച്ചാലേ വക്കീലമ്മ പാട്ട് പാടാറുള്ളൂ. നേരാണേ നേരാണേ എല്ലാം നേരാണേ നേരാണേ തന്തന തന്തന തന്താ തന്ത. അങ്ങനല്ലടാ കരിവണ്ട്. നിനക്ക് ഇവിടെ എന്തിന്റെ കുറവാ? പറഞ്ഞ അനുസരണ വേണം. നീ ചോദിക്കുന്ന ശമ്പളവും നിന്റെ കുട്ടികളുടെ പഠിപ്പിന്റെ ചെലവൊക്കെ ഞാൻ നോക്കുന്നില്ലേ? എന്നിട്ട് നിനക്കൊക്കെ പോരാൻ തോന്നുന്നെങ്കിൽ പൊയ്ക്കോ. എനിക്കിവിടെ ആരും വേണ്ട. എല്ലാരും പൊയ്ക്കോ. വക്കീലമ്മേ, എന്താടാ? വർഷാപ്പ് വരെ ഒന്ന് പോണായിരുന്നു. പൊയ്ക്കൂടെ? ഇനി ആർക്കും എവിടെ വേണമെങ്കിലും പോ. എന്നോട് ആരും അനുവാദം ചോദിക്കണമെന്നില്ല. ഈ വക്കീലമ്മയ്ക്ക് ഇതെന്താ പറ്റി? ഒന്നും മിണ്ടണ്ട. വാവ വരാത്തോണ്ടുള്ള ദേഷ്യ. പിന്നെ നിന്റെ ഒരു ശ്രദ്ധ പ്രത്യേകം അങ്ങോട്ട് വേണം. ചില ദുർബുദ്ധികളെ കാണിച്ചിട്ടുള്ള ആളാ. മമ്മി, പടിയുമ്പ ചോട്ടില്ലേ? ഈ വീടിന്റെ പടി ചോട്ടി പോരുന്നല്ലേ വക്കീലമ്മ പറഞ്ഞേക്കണത്. അടിപൊളിയായിട്ടുണ്ട്. അമ്മേ, അമ്മ പറഞ്ഞ പോലെ വീടിന്റെ പടി ചവിട്ടാതെയാണ് വാവ അകത്താട്ട് കയറിക്കണത്. നീ അമ്മേനെ അനുസരിച്ചില്ലെന്ന് വേണ്ട. അമ്മയുടെ തടിമാട കയ്യെന്ന് വിടുക. എനിക്കിനി കാണേണ്ടതിന്നെ. പോവാൻ പൊയ്ക്കോ. എന്റെ കണ്ണുമ്പി ഇത് പൊയ്ക്കോ. പൊയ്ക്കോടാ പോത്ത, പൊയ്ക്കോ. നീ എന്നെ വിട്ടുപോയാ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അമ്മ എന്താണ് അമ്മ ഈ പറയുന്നത്? അമ്മയുടെ വാവ അമ്മേനെ വിളിച്ചും പോവുക. അയ്യയ്യേ, ഈ കണ്ണീര് സീരിയൽ കണ്ട് വക്കീലമ്മയും ചിന്തയായി പോയാ. കേരള ഹൈക്കോടതിന്റെ കിടുകിട ഉറപ്പിച്ച മറിയാമ്മ വക്കീലാണ് കരയണത്. ഒന്ന് ചിരിച്ചോന്ന് പ്ലീസ്, ചിരിക്കാൻ. ഒന്ന് പോടാ. അമ്മേ, ഞാൻ അച്ഛൻ്റെ അടുത്ത് വരാൻ വയ്യത് എന്താണെന്ന് അറിയോ? അച്ഛൻ ആരാണ്ട് ആക്രമിച്ചു കൊല്ലാൻ നോക്കി. ദൈവഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇനി ചിലപ്പോ അവരെന്തെങ്കിലും അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പൊ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി അമ്മയാണ് കേട്ടാ. വേണം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു. തീർച്ചയായിട്ടും. ബാവേ, ബാവേ നിക്ക്. അച്ഛനകത്തോട്ട് വിളിയമ്മേ.